ഹലോ ഹായ് എല്ലാവർക്കും യുവാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് മഴയൊക്കെ ഉണ്ട്, അപ്പം ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ചോളമാണ്. അപ്പോൾ ചോളത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ വാഴക്കൊമ്പൊക്കെ പൊളിക്കുന്ന പോലെ ഇങ്ങനെ പൊളിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിൻ്റെ നൂല് പോലെ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നമ്മളിനി അത് പുഴുങ്ങാനായിട്ട് പോവുകയാണ്. നമുക്ക് പുഴുങ്ങാനായിട്ട് ഒരു കുക്കർ എടുക്കാം. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞങ്ങൾ 2 കിലോ ചോളം മേടിച്ചതിൻ്റെ ബാക്കി ചോളമാണിത്. അപ്പം മുമ്പ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് പിന്നെ സമയമൊക്കെ കിട്ടിയില്ല, അപ്പോൾ അന്ന് ഇടാൻ പറ്റിയില്ല. അപ്പം നമ്മളിത് മുറിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചൊരു 3-4 വിസിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. 4 വേണ്ട, 3 മതി. 3 വിസിൽ കൊണ്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്. നമ്മളിനി ചെറുതായിട്ട് അരിയാൻ പോവുക. സാധാരണ ഇത് ഞങ്ങൾ ചോളം പുഴുങ്ങിയിട്ട് വെറുതെ കഴിക്കുവാണ്. ഇന്നിപ്പോൾ നമുക്കതിനെ ഒരു സാലഡ് പോലെ ആക്കി കഴിക്കാം. അതിനു വേണ്ടിയാണ് ഈ ഉള്ളിയൊക്കെ അരിയുന്നത്. ഉള്ളിയുടെ പകുതി മതിയെന്ന് തോന്നുന്നു. നമ്മൾ 2 ചോളമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചോളമൊക്കെ അതിൻ്റെ വിസിലൊക്കെ പോയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. എന്ത് സൂപ്പറായിട്ടിരിക്കുന്നു, ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട്, ചൂടുണ്ട്, അപ്പോൾ നമുക്ക് ഒരു തവി വെച്ചിട്ട് എടുത്ത് മാറ്റാം. പിന്നെ നമ്മളിതിങ്ങനെ ചെറുതായിട്ട് പുളിക്കുകയാണ്. അപ്പോൾ അവസാനത്തെയാണ്, ബാക്കിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തു. ഇങ്ങനെ അടത്തിയാൽ മതി, അത് വന്നോളും. ആദ്യത്തെ ഒരെണ്ണം ഇളക്കിയെടുക്കാൻ പാടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റി. നല്ല രസമുണ്ട് എടുക്കാൻ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ചോളമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ മണികളായിട്ട് കിടക്കുന്നു. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീര്, സവാളയുള്ളി അരിഞ്ഞത്, മല്ലിയില ഇത് ചേർത്ത് ഇളക്കുവാണ്. ഇതെല്ലാം ഇട്ട് ഇളക്കിയിട്ടാ. അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ച് നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.